നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. പിന്നെ ഓരോരുത്തരൊക്കെ പറയുന്നത് എങ്ങനെയാണെന്നുള്ളത്. കുരിശ് അവിടെ നിന്ന് ഇവിടെ സ്ഥാപിച്ചപ്പോഴാണ് ഈ എഴുത്ത്. വാർപ്പൊന്നും ഇല്ലല്ലോ, വാർപ്പില്ല, വേറെ ചെങ്കല്ല, കരിങ്കല്ല് പോലും ഇല്ല. അന്ന് 10,000-1500 വർഷങ്ങൾക്ക് ഈ പറയുന്ന ആറല്ലാതെ ഇവിടെ ചെറിയും കാര്യങ്ങളും ഒന്നുമില്ല. എനിക്ക് 2 വശം തടി വെച്ച് പൊക്കി നടുവ് അങ്ങ് ഒടിഞ്ഞു പോയി. ഒന്നുകൂടെ പറഞ്ഞത് മനസ്സിലായില്ല. ഈ പള്ളിക്ക് ഫൗണ്ടേഷൻ ലെവൽ ചെയ്തിട്ട് അതിൻ്റെ പുറത്താണ് അതൊക്കെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ അതിപുരാതനമായ ദേവാലയങ്ങളിലൊന്നായ ചമ്പക്കുളം സെന്റ് മേരീസ് ബസിലിക്കയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒത്തിരി ചരിത്രവും പാരമ്പര്യങ്ങളും ഉറങ്ങുന്ന ഈ ദേവാലയം കുട്ടനാട്ടിലെ ഒരു വിസ്മയ കാഴ്ച തന്നെയാണ്. ചമ്പക്കുളം ബസിലിക്ക പള്ളി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന നിരവധി കാര്യങ്ങളുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് യൗസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാളിൻ്റെ ഊട്ടുനേർച്ചയും അന്നിവിടെ പ്രത്യേകം ഒരുങ്ങുന്ന സാമ്പാർ തോണിയും ഒക്കെയാണ്. ഇതുപോലെ ദേവാലയത്തിൽ വന്നിട്ടുള്ള ഓരോരുത്തർക്കും പറയാനുള്ള അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. എന്നാൽ ഞാനിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. അതിനു മുമ്പ് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്, ഇന്നത്തെ കാഴ്ചയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. നമുക്കറിയാം, ചമ്പക്കുളത്തെ ബസിലിക്ക പള്ളിക്ക്, ഇന്ന് കാണുന്ന ഈ പള്ളിക്ക് ഏകദേശം 280 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ 9 നൂറ്റാണ്ടോളം പഴക്കമുള്ള, അതായത് ഏതാണ്ട് 973 വർഷം പഴക്കമുള്ള ഒരു കാര്യം കൂടി ഇവിടെയുണ്ട്. പാലവിക്കുരിശ്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കൽക്കുരിശുകളിലൊന്നായി പാലവിക്കുരിശ് പരിഗണിക്കപ്പെടുന്നു. ചമ്പക്കുളം പള്ളിയുടെ പൈതൃകത്തിന്റെ അനശ്വര സാക്ഷിയായി പാലവിക്കുരിശ് നിലകൊള്ളുന്നു. അത് ഇടവകയുടെ പ്രാചീനതയെ വിശ്വാസികൾക്കും ചരിത്രപ്രേമികൾക്കും ഒരുപോലെ അടയാളപ്പെടുത്തുന്നു. പോകാം പാലവിക്കുരിശിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. ചമ്പക്കുളം പള്ളിയെക്കുറിച്ചും നമ്മളിന്ന് പറയാൻ ആഗ്രഹിച്ച ഈ പാലവിക്കുരിശിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മളോട് ചേട്ടൻ തന്നെ പങ്കുവയ്ക്കും. ആദ്യം ചേട്ടൻ നമുക്ക് സ്വയം പരിചയപ്പെടുന്നതായിരിക്കും. കൈക്കാരനായിട്ടും മറ്റ് സേവനങ്ങളൊക്കെ ആയിട്ടും ഇടവകയോട് ചേർന്ന് നിൽക്കുന്ന ചേട്ടനെ സ്വയം പരിചയപ്പെടുത്തി ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കും. എൻ്റെ പേര് ജോസ് കുര്യൻ. ഒരു 33 വർഷം ഞാനിവിടെ അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ ഈ സ്കൂളിൽ തന്നെ, ഇവിടെ തന്നെ. പിരിഞ്ഞതിന് ശേഷം ഒരു 4 തവണ ഇതിൻ്റെ കൈത്താനത്തേക്ക് വന്നിട്ടുണ്ട്. പള്ളിയുടെ എല്ലാവരും വിളിക്കുന്ന ജോസ് കുര്യൻ തന്നെയാണോ? അല്ല, നാട്ടുകാരെല്ലാം വിളിക്കുന്ന ജോയ് സാർ. ഞാൻ ആ പേരാണ് ആദ്യം കേട്ടത്, അതുകൊണ്ടാണ് ചോദിച്ചത്. ജോയ് സാർ എന്നാണ് വിളിക്കുന്നത്. കുട്ടനാടിനെ സംബന്ധിച്ച് ഏറ്റവും പഴക്കമുള്ള പള്ളികളിലൊന്നാണിത്. ഏതാണ്ട് AD 427 ഈ പള്ളി ഇവിടെ സ്ഥാപിക്കുന്നത്. പള്ളി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു കത്തോലിക്ക കുടുംബം വിചാരിച്ചാൽ മതിയല്ലോ. അന്ന് ഈ പറയപ്പെടുന്ന പോലെ ഇഷ്ടിയോ മണ്ണോ കുമ്മായോ ഒന്നുമില്ലാത്ത കാലം. അങ്ങനെ ഒരു പള്ളി ഇവിടെ സ്ഥാപിച്ചു. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു കണക്ക് 1150 ശേഷമാണ് പറയുന്നത്. 1150 ശേഷം 1150 51 കൂടി ഒരു ചെറിയ പള്ളി ഇപ്പോഴത്തെ സിമിത്തേരി ഇരിക്കുന്ന ഭാഗത്ത് സ്ഥാപിച്ചു. അതൊരു പുരയിടമായിരുന്നു. അതിൻ്റെ പേര് കല്ലൂർക്കാട് പുരയിടം എന്നാണ് പറഞ്ഞത്. അങ്ങനെ കല്ലൂർക്കാട് പുരയിടത്തിൽ സ്ഥാപിച്ചിരുന്ന പള്ളി ആയതുകൊണ്ട് അത് കല്ലൂർക്കാട് പള്ളി എന്ന പേര് വന്നത് അങ്ങനെ തന്നെയാണ്. പുതിയ പള്ളി എന്ന് പറയുന്ന 1721 കൂടിയാണ് പുതിയ പള്ളി സ്ഥാപിക്കുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് മാറ്റി ഇപ്പോൾ കാണുന്നത്. ഇതൊക്കെ എന്ന് പറയുന്ന പഴയ നിലങ്ങളായിരുന്നു അന്ന്. അവിടെ തേക്ക് തടിയൊക്കെ ഇട്ട് നിരത്തി അതിൻ്റെ പുറത്ത് താഴാതിരിക്കുന്നതിന് വേണ്ടി അന്നത്തെ എഞ്ചിനീയറിംഗ് അതാണ്. അതിൻ്റെ പുറത്താണ് ഈ പള്ളിയുടെ ഫൗണ്ടേഷൻ ഉണ്ട്. വലുതായിട്ട് നമ്മൾ എന്താണ് ഇവിടെ ആറ്റിലൊക്കെ ചങ്ങാടം കിട്ടുന്ന കണക്ക് നെടുകയും കുറുകയും തേക്ക് തടി ഇട്ടിട്ട് അതിൻ്റെ വാർപ്പൊന്നും ഇല്ലല്ലോ, വാർപ്പില്ല, വേറെ ചെങ്കല്ല, കരിങ്കല്ല് പോലും ഇല്ല. ചെങ്കല്ല് അടുക്കി കൊണ്ടുവന്ന് ഫൗണ്ടേഷൻ ലെവൽ ചെയ്തിട്ട് അതിൻ്റെ പുറത്താണ് പിന്നീട് ഈ പള്ളി പണിയുന്നത്. പിന്നെ ഇതിൻ്റെ പുറകെ കാണുന്ന ഒരു മോഡലുണ്ട്. അത് പണിയുന്ന 1910 കൂടിയാണ് പണിയുന്നത്. അതിപ്പോൾ 100 വർഷം കഴിഞ്ഞു. അന്നും അതിനുശേഷം 10-25-30 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് തീ പിടിച്ചു. അത് തേക്ക് അടിയായിരുന്നു അതിൻ്റെ തട്ട് മുഴുവൻ. തീ പിടിച്ചോടുകൂടി അത് തേക്ക് അടിയുടെ തട്ടെല്ലാം കളഞ്ഞിട്ട് അത് കോൺക്രീറ്റ് ചെയ്ത് സ്ലാബ് പോലെ വാർത്ത കഴിയും. ഈ കുരിശ് ഏതാണ്ട് 1000 വർഷത്തെ പഴക്കമുള്ള ഒരു കുരിശ്, കൽക്കുരിശാണിത്. ഇത് പഴയ കല്ലൂർക്കാട്ട് പള്ളിയുടെ മുൻവശം വെച്ചിരുന്നു. പഴയ കല്ലൂർക്കാട്ട് പള്ളി എന്ന് പറയുന്നത് സ്ഥിതി ചെയ്ത് ഇപ്പോഴത്തെ സിമിത്തേരിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. ആ പള്ളിയുടെ കിഴക്കുവശേ സ്ഥാപിച്ചിരുന്ന കുരിശാണ്.
പള്ളിപ്പണി ചെയ്ത് അനേക വർഷം ഈ കുരിശ് അവിടെ സ്ഥിതി ചെയ്തു. പക്ഷേ അതിനുശേഷം ഒരു 670 വർഷം ചെന്ന ഏതാണ്ട് 1151 പള്ളി പണിത്. അതിനുശേഷം 670 വർഷം കഴിഞ്ഞപ്പോൾ ഈ കുരിശ് അവിടെ നിന്ന് പൊളിക്കാനുണ്ടായ കാരണം അതിന് മുൻപ് തന്നെ ഇപ്പോൾ കാണുന്ന ദേവാലയം പണി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ദേവാലയം 1730 കാലമാണ് പണിയത്. പിന്നീട് 2 പ്രാവശ്യമായിട്ട് പുതുക്കി പണിതു. അങ്ങനെ ഓരോ പ്രാവശ്യവും പുതുക്കി പണിത അവസരത്തിൽ ഈ കുരിശ് അവിടെ അടിക്കുകയാണ് സ്ഥിതി. 670 വർഷം കഴിഞ്ഞപ്പോൾ ഈ കുരിശ് വീണ്ടും പൊളിച്ചു. 1821 ഇപ്പോഴത്തെ പള്ളിയുടെ മധുബഹ പൊളിച്ചൊന്ന് പണിത അവസരത്തിൽ ഈ കുരിശ് ഇപ്പോൾ നാം കാണുന്ന സ്ഥലത്ത് ഫിറ്റ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഇതിൻ്റേതായിട്ടുള്ള ലിഖിതങ്ങളുണ്ട്. ഇതിൻ്റെ ഈ ഏറ്റവും അടിഭാഗത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതൊന്ന് ഇവിടെ ഈ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. ഈ കുരിശ് കല്ലൂർക്കാടെന്ന നാമം വിളങ്ങും പള്ളിക്ക് കിഴക്ക് വശം വച്ചിരുന്നു. പള്ളിപ്പണി ചെയ്ത് ഏറെക്കുറെ 670 സംവത്സരം ചെന്നപ്പോൾ പൊളിച്ചു. 1821 കാലം മധുബഹ പൊളിച്ചു. പിന്നീടുള്ള വർഷം അവിടെ കാണുന്നില്ല, അത് പൊഴിഞ്ഞു പോയിട്ടുള്ളതാണ്. ആ വർഷമാണ് രണ്ടാമത് സെമിത്തേരി പണി കഴിയിച്ചപ്പോൾ വീണ്ടും സ്ഥാപിച്ചു എന്നുള്ളതാണ് ഇതിന് ചുവട്ടിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ. മലയാളത്തിൽ തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഒരു 100 കൊല്ലോ 150 കൊല്ലം മുമ്പുള്ള നമ്മുടെ മലയാള അക്ഷരങ്ങളുടെ ഷേപ്പ് ഇങ്ങനെ തന്നെ ആയിരുന്നു. വായിക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ മുഴുവൻ വായിച്ചു തരാം. ഒരു വട്ടം ഇട്ടിട്ട് പിന്നെ രാ എഴുതിയിട്ട് വീണ്ടും ഒരു പൂജ്യം കൊണ്ടിടും. ഈശോ എന്ന് എഴുതുന്നതിന് ഈ എന്ന അക്ഷരം അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത്. ആ അക്ഷരമാണ് ആദ്യം കാണുന്നത്. അതായത് ആദ്യം ഒരു പുള്ളി ഇതാണ്, ഒരു വട്ടമാണ്, സിഗറായ, പിന്നെ ഒരു രായ, അത് കഴിഞ്ഞൊരു പൂജ്യം കൊണ്ടിടും. അപ്പം ഈ എന്നുള്ള അക്ഷരമായി. പിന്നെ കു, ശു, കല്ലൂർക്കാടെന്ന നാമം വിളങ്ങും ഇപ്പള്ളിക്ക് കിഴക്ക് വശം ചിരുന്നു. പള്ളിപ്പണി ചെയ്ത് ഏറെക്കുറെ 670 സംവത്സരം ചെന്നപ്പോൾ പൊളിച്ചു. 1821 മധുബഹ പണിയിച്ചു. സെമിത്തേരി പണിതപ്പോൾ രണ്ടാമത് വെച്ചു. അത് 3 പീസാണ്. അതായത് ക്രോസിൻ്റെ താഴത്തേക്ക് കുടുംബെന്ന് പറയും, അത് മുകളിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് മറ്റേ മുകളിലത്തെ പീസ് എടുത്ത് വെച്ചിരിക്കുന്നത്. പള്ളിക്ക് സമ്മാനിച്ചതാണോ? അതൊന്നും നമുക്കറിയാൻ പറ്റില്ല. കാരണം 900 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഒന്നും നമുക്കറിയാം. രേഖകൾ ഒന്നുമില്ല. ചങ്ങനാശ്ശേരി രൂപതയിലെ ഏറ്റവും പുരാതനമായ ഒരു ക്രൈസ്തവ സമൂഹമാണ് ചമ്പക്കുളത്തുള്ളത്, ഈ കല്ലൂർക്കാട് പ്രദേശത്തുള്ളത്. AD 427 നിരണത്തിൽ നിന്നും ക്രൈസ്തവർ കല്ലൂർക്കാട് ചമ്പക്കുളത്തേക്ക് കുടിയേറുകയും അവിടെ ഒരു ദേവാലയം സ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുക. AD 427 ഡിസംബർ 28 ആദ്യത്തെ പള്ളിക്ക് കല്ലിടുകയുണ്ടായി. പിന്നീട് ചരിത്രം മുൻപോട്ട് പോകുമ്പോൾ ഇപ്പോഴുള്ള ഈ കൽക്കുരിശ് 11-ാം നൂറ്റാണ്ടിൽ ഇവിടെ സ്ഥാപിതമായി എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുക. അതിപുരാതനമായ ഒരു കൽക്കുരിശാണ്. ഒരു സിംഗിൾ ഗ്രാനൈറ്റ് പീസിൽ പാറയിൽ കൊത്തി ഉണ്ടാക്കിയ ഒരു കുരിശുരൂപമാണ്. പുരാതന ദേവാലയങ്ങളെല്ലാം നമുക്ക് ഈ കുരിശുകൾ, ഇങ്ങനെയുള്ള കുരിശുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ കുരിശിൻ്റെ പ്രാധാന്യം, ഇത് 973 വർഷം പൂർത്തിയാക്കിയ ഒരു കുരിശാണ്. തലമുറകൾ ഇവിടെ സംഗമിക്കുന്നുണ്ട്. നമ്മുടെ പൂർവികർ കുരിശിനോടുള്ള ഭക്തിയിൽ മുന്നിട്ട് നിന്ന, പ്രത്യേകിച്ച് ക്രൈസ്തവരായിട്ടുള്ള മർത്തോമ നസ്രാണികൾ കുരിശിൻ്റെ ആരാധകരാണ്. നമ്മുടെ പൗരസ്യ സുറിയാനി പാരമ്പര്യത്തിൽ കുരിശ് ഈശോ തന്നെയാണ്. ഈശോയെ സൂചിപ്പിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി അത് ഈശോ തന്നെയായിട്ടാണ് നമ്മളതിനെ, ഈ കുരിശിനെ മനസ്സിലാക്കിയിരുന്നത്. മറ്റ് ഭക്തകൃത്യങ്ങളോ ഭക്താനുഷ്ഠാനങ്ങളോ ഒന്നും ഈ കുരിശിൽ നിന്ന്, കുരിശിൻ്റെ അർത്ഥത്തിൽ നിന്ന് അവരെ പിന്മാറ്റിയിരുന്നില്ല എന്നുള്ളതും ഒരു സൂചനയാണ് ഈ കുരിശിനോടുള്ള വലിയ ഭക്തി. അപ്പോൾ ഇതൊരു പുരയിടമാണ്. ആ പുരയിടത്തിൽ പള്ളി സ്ഥാപിച്ചു. ചെമ്പശ്ശേരി മഹാരാജാവ് വന്നതിന് ശേഷം ആ പുരയിടത്തിന് കരവൊഴിവായിട്ട് തന്നു. മനസ്സിലായില്ല. ഈ പള്ളിക്ക് പെൻഷനുണ്ട് സത്യം പറഞ്ഞത്. അതായത് തിരുവിതാംകൂർ തിരുവിതാംകൂറല്ല, അമ്പലപ്പുഴ മഹാരാജാവ് നമുക്ക് കരവൊഴിവായിട്ട് പുരയിടം തന്നിട്ടുണ്ട്. 1900 അതിന് ശേഷം തിരുവിതാംകൂർ പിടിച്ചടക്കി. അമ്പലപ്പുഴ രാജ്യം തിരുവിതാംകൂർ മഹാരാജാവ് പിടിച്ചടക്കിയപ്പോഴും പള്ളിക്കുള്ള അവകാശം തന്നുകൊണ്ടിരുന്നു, കൃത്യമായിട്ട് തന്നുകൊണ്ടിരുന്നു. 1950 നമ്മുടെ തിരുവിതാംകൂർ പോയിട്ട് കേരളം രൂപം കൊണ്ടു. കേരളം രൂപം കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഈ കരമടച്ചോണം പൈസ നിങ്ങൾക്ക് പെൻഷനായിട്ട് വർഷങ്ങളായിട്ട് തരാം. അതിവിടെ വിളക്ക് വയ്ക്കുന്നതിന് വേണ്ടിയാണ്. വലിയ തുകയൊന്നുമില്ല. ആണ്ടിൽ 3 രൂപ 33 പൈസ. ആണ്ടിൽ 3 രൂപ 33 പൈസ. അല്ല, ഓരോ വർഷം 3 രൂപ 33 പൈസ വെച്ച് കിട്ടും. ഒരു വർഷത്തെയാണ്
വെറും 3 രൂപ. 3 രൂപ. പക്ഷേ ആ 3 രൂപ വലുതാണ്. അതിന് കുറച്ചു കാലം ഇവർ എന്തോ മേടിക്കാതെ വിട്ടുപോയി. അതുകൊണ്ടത് കട്ട് ചെയ്ത് പോയി. ഇപ്പം റിന്യൂ ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ ആയിട്ട് നടത്തുന്നു. പിന്നെ വിളക്ക് വയ്ക്കാനായിട്ട് ഉള്ള എണ്ണ അന്നത്തെ 3 രൂപ ഉണ്ടെങ്കിൽ ഒരു വർഷം മുഴുവൻ വയ്ക്കാനുള്ള കാശ് കിട്ടും. പിന്നെ ആ ഒരു സംഖ്യ അതുപോലെ തന്നെ അതുപോലെ കിടക്കും. ഇവിടെ ഏറ്റവും വലിയൊരു നേർച്ചയായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് ഔസേപിതാവിന്റെ ഊട്ട് നേർച്ച, ചാത്തത്തിന്റെ. അതിനെ കുറിച്ചൊന്ന് പറയാമോ? വഞ്ചിയില് സദ്യ ഒരുക്കുന്ന ഒരു കാര്യങ്ങളും അതിന്റെ വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കാവോ? ഇവിടെ പ്രധാനമായിട്ട് 2 തിരുനാളുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാതാവിൻ്റെ തിരുനാളെന്ന് പറയുന്നത് പഴയ കാലത്ത് നടന്നത് തുലാമാസം ആദ്യത്തെ ഞായറാഴ്ചയായിരുന്നു. ഇപ്പോൾ അത് ശകലം കൂടെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒക്ടോബർ 15-ന് ശേഷം വരുന്ന ഞായറായിരിക്കും പ്രധാന തിരുനാൾ. ഔസേപിതാവിൻ്റെ തിരുനാളെന്ന് പറയുന്നത് മാർച്ച് 19 തന്നെ. ചാത്തം, അതൊരു മരണ തിരുനാൾ. അതിനൊരിക്കലും മാറ്റമൊന്നുമില്ല. ഈ മരണ തിരുനാളിന് ആദ്യകാലത്ത് ഇവിടെ ചോറിന് നേർച്ചച്ചോറുണ്ട്. നേർച്ചച്ചോറിന് കൊടുക്കുന്നത് സാമ്പാറും അവിയലും അതുപോലെ തന്നെ മോര് ഇതെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് എല്ലാം ഉണ്ട്, പയറൊക്കെ ഉണ്ട്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് കറികളുടെ എണ്ണം കുറച്ചു. ഇപ്പോൾ സാമ്പാറും കടുമാങ്ങയും മാത്രമാക്കിയിരിക്കുക. 10,000-കണക്കിന് ആളുകൾ വരുന്നതുകൊണ്ട് വലിയ അളവ് സാമ്പാർ വേണ്ടി വരും. ഈ സാമ്പാറിന് പ്രത്യേകം തോണി ഇവിടെ ഉണ്ടാക്കിയിരുന്നു. മരം കൊണ്ട് തയ്യാറാക്കിയിട്ട് അതിനകത്ത് ഒഴിച്ചു വയ്ക്കും. ഈ മരത്തോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേക സംരക്ഷണം കൊടുത്തില്ലെങ്കിൽ കൂടുതൽ കാലം ഇരിക്കുകയല്ല. അതൊക്കെ പൊടിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നല്ല തേക്കിൻ്റെ വള്ളങ്ങളുണ്ടായിരുന്നു. അതിനകത്താണ് കരയ്ക്ക് വലിച്ച് കയറ്റിയിട്ട് അതിനകത്ത് സാമ്പാർ തോണി എന്ന് പറയും. അതാണ് സാമ്പാർ തോണി. നാടൻ തോണി തന്നെ സാമ്പാർ ഒഴിക്കുമ്പോൾ സാമ്പാറായി. ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് എല്ലാ കൊല്ലം ഇവിടുത്തെ ഒരു വീട്ടുകാരനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. യാദൃശ്യമായിട്ട് ഇതിനകത്ത് ഒരു കൊല്ലം ഈ സാമ്പാറെല്ലാം കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 വശം തടി വെച്ച് പൊക്കി വയ്ക്കും. നടുവം കുടിഞ്ഞു പോയി. അപ്പോൾ അതിന് ശേഷം അവർ ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് നമുക്ക് അതേ വലുപ്പത്തിൽ ഒരു തോണി ഉണ്ടാക്കാം. ഇത് കോൺക്രീറ്റാണ്. കോൺക്രീറ്റ് കൊണ്ടുപോയിട്ട് വെള്ളം പോലെ ഉണ്ടാക്കിയിട്ട് ആ ഓർമ്മയ്ക്ക് ഇപ്പോൾ ഇതിനകത്താണ് സാമ്പാർ ഒഴിച്ച് നിറയെ കാണും. താഴെ ഇരുത്തിയാണ് കൊടുക്കുന്നത്. 10,000-കണക്കിന് ആൾ കാണും. അപ്പോൾ അവർക്കെല്ലാം ഇവിടുന്ന് പകർന്നിട്ട് ബക്കറ്റിനകത്ത് കൊണ്ടുവന്നിട്ട് വിളമ്പി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതിൽ നിന്ന് അവർ കൊണ്ടുപോയിരിക്കില്ല. അതിന് പ്രത്യേകം കൊടുത്തു കൊടുക്കാൻ തന്നെ വേറെ ആളുകൾ കാണും. അവർ പകർന്നു കൊടുക്കും, അവർ കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ ഇതിൻ്റെ മേക്കൂടിന് വേറൊരു പ്രത്യേകതയുണ്ട്. സാധാരണ മേക്കൂടിനെ മോന്താഴമുണ്ട്. പക്ഷേ ഇവിടെ മോന്താഴം ഇല്ലാത്തൊരു പ്രത്യേക പണിയായിരുന്നു തേക്കിൻ്റെ. പഴയ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ രൂപമൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ടോ? എപ്പോഴും രൂപം മാറ്റിയിട്ടില്ല. അതെ, ഞാൻ വർഷം കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അവിടെ ഒരു ജനൽ കാണാം. പയ്യനാട്ടച്ഛൻ വികാരിയായിട്ടിരിക്കുന്ന കാലത്താണ് ഇവിടെ ഇതെല്ലാം ഈ മുഖവാരം പണത്. അവിടെ ജനൽ വയ്ക്കുന്നതും മുള്ള തെരുവം വയ്ക്കുന്നത്. ചാവി വെച്ചിട്ടുള്ള പറഞ്ഞാൽ ബസലിക്കായ്ക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന എംബ്ലമാണ്. കൊട്ടുവര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാദ്യങ്ങൾ ചെണ്ടയും മദ്ദളമൊക്കെ ആയിട്ട് അവർക്ക് ഈ പെരുന്നാളിന് ഈ ചെണ്ടമേളം നടത്തും. അപ്പോൾ അതുപോലെ നാദസ്വരവും കാണും. അപ്പോൾ ഇതിനു വേണ്ടി ആ വാദ്യ വായിക്കുന്ന ആളുകളെ അതിനകത്ത് തന്നെ പ്രത്യേകം ഇരുന്ന് അവിടെ വെച്ചാണ് ഈ വാദ്യങ്ങൾ മുഴുവൻ വായിച്ചുകൊണ്ടിരുന്നത്. സാധാരണ മിക്ക പള്ളികളിൽ അത് കാണാറില്ല. കുറവലിങ്ങാട്ടുണ്ട്. നമ്മുടെ പൂർവികർ ഈശോയുടെ മരണത്തിലും ഈശോയുടെ ഉത്ഥാനത്തിലും അവിടുത്തെ പെസഹ രഹസ്യങ്ങളിൽ കേന്ദ്രീകൃതമായ ഒരു ക്രൈസ്തവ ജീവിതം ഇവിടെ നയിച്ചിട്ടുണ്ട് എന്നുള്ളതിന് വലിയ തെളിവാണ്, വലിയ ഭക്തി. പ്രത്യേകിച്ച് ദേവാലയത്തിൻ്റെ മുൻപിലുള്ള ഈ കുരിശ് ആറ്റിൽ നിന്ന് കാല് കഴുകി കുരിശിനെ വണങ്ങി പ്രാർത്ഥിച്ചിട്ടാണ് അവർ ദേവാലയത്തിലേക്ക് സാധാരണ പ്രവേശിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈശോ മിശിഹായുടെ രഹസ്യങ്ങളിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിത ശൈലി അത് ഒരുപക്ഷെ പിൻകാലത്ത് നമുക്ക് അന്യം നിന്ന് പോയി. അതുകൊണ്ട് അത് ഒത്തിരി ചരിത്ര സത്യങ്ങൾ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ സത്യങ്ങളെ വിളിച്ചോതുന്ന ഒരു കൽക്കുരിശാണ്. 973 വർഷം തലമുറകൾ സംഗമിക്കുന്ന, അവരുടെ വിശ്വാസ പാരമ്പര്യങ്ങൾ കണ്ടുമുട്ടുന്ന, പൂർവികരെ നാം കണ്ടുമുട്ടുന്ന ഒരു സംഗമവേദിയാണ് നമ്മുടെ പള്ളിയിലെ ഈ കൽക്കുരിശ്. കേരളത്തിലെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ദൃശ്യമായ ഒരു ഓർമ്മചിഹ്നമാണ് ഈ പള്ളിയും ഇവിടെ കാണുന്ന പാലവിക്കുരിശും. ആചാരങ്ങളും പ്രാർത്ഥനകളും ഇതിന് ചുറ്റും ഉണ്ടായിരുന്നുവെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. പാലവിക്കുരിശ് കല്ലൂർക്കാട് ബസിലിക്കയുടെ മാത്രം അഭിമാനമല്ല,
കേരളത്തിലെ ക്രൈസ്തവ പൈതൃകത്തിൻ്റെ ഒരു അപൂർവ സാക്ഷ്യവുമാണ്. ഇന്നത്തെ കാഴ്ച ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വീഡിയോയുമായി പുതിയ വിശേഷങ്ങളുമായി നമുക്ക് കാണാം. ദൈവത്തെ സ്തുതിക്കും.